ഹിജാബ് ധരിച്ച് ഡാൻസ് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പാറ പോലെ ഉറച്ചു നിൽക്കാണ് കേട്ടോ. ഇതിന്റെ പേരിൽ എത്ര റിയാക്ഷൻ വന്നാലും ഐ ഡോണ്ട് കെയർ. ഹായ്, ഈ ഒരു വീഡിയോ അതായത് മലപ്പുറത്തെ ഉമ്മച്ചി കുട്ടികൾ പിള്ളേര് മുസ്ലിം പിള്ളേര് ഓണത്തിന് ഡാൻസ് ചെയ്യുന്ന വീഡിയോ ആണ് ഈ പ്രാവശ്യം ഇപ്പോൾ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്. ഇത്രയധികം അതിന് പ്രാധാന്യം കൊടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുബീന പാരഡൈസ് എന്ന് പറഞ്ഞ ചാനൽ, അതായത് ഞങ്ങളൊക്കെ ചാനൽ തുടങ്ങി ഏകദേശം ഒരുപോലെയാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരത്തി ഹിജാബ് ധരിച്ച് ഡാൻസ് ചെയ്യുന്ന ഒരു കൊച്ചു ഡാൻസ് ചെയ്തപ്പോൾ പറഞ്ഞു അതങ്ങോട്ട് വിവാദമായി. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ റിയാക്ട് ചെയ്തില്ല, ഒത്തിരി പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ റിയാക്ട് ചെയ്യാൻ എനിക്ക് മുബീനയോടൊരു ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതെടുത്തില്ല എന്നുള്ളതേ ഉള്ളൂ. അവരെ ഒന്നും പറയാൻ എനിക്ക് തോന്നിയില്ല. അതിന്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ നിഷാന വ്ളോഗില്ലേ, നിഷാന വ്ളോഗ് തുണിയില്ലാതെ ലൈവൊക്കെ നടത്തുന്നത്, അത് എന്ത് പറഞ്ഞാലും സമൂഹത്തിൽ അവർ പിള്ളേരെ വഴിതെറ്റിക്കുന്ന സംഭവം തന്നെ. അവർക്കെതിരെ നിന്ന് പയറ്റിയ ഒരാളാണ് മുബീന. പിന്നെ ജാസ്മിൻ മൂസയോടും ഒക്കെ വഴക്കുണ്ട്, ചിലരോടൊക്കെ വഴക്കാണ്. എന്നാൽ ഈ നിഷാന വ്ളോഗിനെതിരെ അവർ സ്ട്രൈക്ക് കൊടുക്കും. നിഷാനെ പറ്റി സംസാരിച്ച് അവർ സ്ട്രൈക്ക് കൊടുക്കും. എന്നാലും അവർക്കെതിരെ പുള്ളിക്കാരത്തി നല്ല പോലെ പിടിച്ചു നിന്ന് കേട്ടോ. അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് മുബീന വളരെ മോഡേണും വേറൊരു ക്യാരക്ടറാണെന്ന് തന്നെ പറയാവേ. ഇപ്പൊ പുള്ളിക്കാരത്തി നേരെ അങ്ങോട്ടും മാറി വേറൊരു രണ്ടാം ജന്മം എന്നൊക്കെ പറയുന്ന പോലെ വേറൊരു വ്യക്തിയായിപ്പോയി. അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അത് എല്ലാ ജാതിയിലും മതത്തിലും ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ചിലർക്ക് ഇങ്ങനെ ഒരു വലിയൊരു മാറ്റം ഉണ്ടാകും. ഒരു പക്ഷേ അത് അവരുടെ ലൈഫിൽ എന്തെങ്കിലും അങ്ങനത്തെ വല്ല അനുഭവം ഉണ്ടാകുന്നതോടുകൂടി ആവാം. അതവർ പറയത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട് ഹിന്ദുക്കളിലാണേലും അടിച്ചു പൊളിച്ച് നടക്കുന്നവരൊക്കെ ഒരു പ്രഭാതി സന്യാസിനി ആയോ എന്ന് നമുക്ക് തോന്നും. ആ രീതിക്കൊരു മാറ്റം, പിന്നെ ദൈവത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ചിലരങ്ങനെയാണ്, അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതകരമായ സംഭവം നടക്കുന്നതുകൊണ്ടായിരിക്കാം. പുള്ളിക്കാരത്തി എന്താണേലും കടുത്ത മുസ്ലിം ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന രീതിക്ക് ജീവിക്കണോ എന്നുള്ള വാദഗതിക്കാരിയാണ്. അതിനെതിരെ പുരോഗമനവാദമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ഇൻസ്റ്റയിലായിരുന്നു കേട്ടോ. ഇൻസ്റ്റയിലൊക്കെ വളരെയധികം വലിച്ചു കീറിയിരുന്നു. പുള്ളിക്കാരത്തിയുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മലപ്പുറത്തെ കുട്ടികൾ കളിച്ച കോളേജിലൊക്കെ കളിച്ച ഡാൻസ് എല്ലാം വളരെ വൈറലായി. എല്ലാവരും കമന്റ് ബോക്സിൽ മുബീനെ തന്നെയാണ് പറയുന്നത്, ഇനി ഒന്നും പറയാനില്ല. അതേപോലെ ഇരുന്ന് മൊത്തം പേരും കമന്റിൽ മുബീനയ്ക്ക് വയറ് നിറഞ്ഞെന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഇപ്പൊ പിള്ളേരുടെ ഡാൻസ് ഒന്ന് കാണാം. ഞാൻ പറയുന്ന പിള്ളേർ അടിച്ചു പൊളിച്ച് കളിക്കട്ടെ. പുതിയ തലമുറയാണ്. ഇവിടെ ഇതുപോലത്തെ ജാതിയുടെ മതിൽക്കെട്ടുകൾ, കാലച്ചങ്ങലിടുന്ന മാതിരിയുള്ള നിബന്ധനകൾ, ഇതെല്ലാം കാരണം പിള്ളേർ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നാൽ പല കാര്യത്തിലും സ്വാതന്ത്ര്യം. ഇപ്പൊ ഇവിടെ മുസ്ലിങ്ങൾ ഇങ്ങനെ കുറെ നിയമങ്ങളെല്ലാം പറയും. ഹിന്ദുക്കളാണേലും എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. പഴയ കാലത്ത് നമ്പൂരിമാര് വഴിയെ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ അവരുടെ കാര്യസ്ഥനുമായിട്ട് നടന്നു വരുന്ന കാലത്ത് താന്ന ജാതിയിലുള്ളവരാരേലും വഴി സൈഡിൽ നിൽക്കുകയോ അങ്ങോട്ട് നടന്നു പോവുകയോ ചെയ്ത കാര്യസ്ഥൻ എന്തോ ഒരു സൗണ്ട് വെക്കും. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഓടി മാറിക്കണം. അഥവാ ആരെങ്കിലും ഒന്ന് ഓടി മാറാൻ പറ്റാതെ അവിടെ പെട്ടുപോയാൽ പിന്നെ നമ്പൂരി കുളിക്കണമെന്നാണ് തോന്നുന്നത്. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്കിപ്പോ എന്തൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറയാം. അത് അനുഭവിച്ച ഒരു കാലഘട്ടം ഉണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ വന്നിരിക്കുന്നത്. അതൊക്കെ എന്തോ ഒരു ഇത്. അതുപോലെ അമ്പലങ്ങളിൽ, എല്ലാ അമ്പലങ്ങളിലും എല്ലാവർക്കും കയറാൻ പറ്റത്തില്ലായിരുന്നു. ശ്രീനാരായണ ഗുരുവാണ് അതൊക്കെ മാറ്റി. അങ്ങനെ ഓരോരുത്തരും ഓരോ കാലഘട്ടത്തിൽ വന്ന് നമ്മളെ പുരോഗതിയിലോട്ടാക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പുരോഗതിയിലേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് പഴമയിലേക്ക് വലിച്ച് മൂരാച്ചിയായിട്ട് നിൽക്കേണ്ട. പുതിയ തലമുറ ഇപ്പൊ ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ, അങ്ങനെ ഓരോ പെരുന്നാൾ, അങ്ങനെ ഓരോന്ന് ആഘോഷിക്കുമ്പോൾ, എല്ലാവരും ആഘോഷിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന മറ്റൊരു ജാതിയിലും മതത്തിലും പെട്ട പിള്ളേർക്ക് അതിൽ പങ്കുചേരാൻ മേലാതെ അതുങ്ങൾ വളരെ വിഷമിച്ചല്ലേ നിൽക്കുന്നത്. അതുങ്ങൾക്ക് ഈ ജാതിയും മതമൊക്കെ ഉണ്ടോ? കൊച്ചു കുട്ടികൾക്കൊന്നും പിള്ളേർക്ക് അങ്ങനെ ഇല്ല. അപ്പൊ അതിന് ഈ കുട്ടികൾ വന്ന് തട്ടവിട്ട് ഈ കുട്ടികൾ ഡാൻസ് ചെയ്യുമ്പോൾ അതുങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മയും അതിന് വേണ്ട ഡ്രസ്സ് മേടിച്ചു. ഇപ്പൊ സെറ്റ് സാരി ആണെങ്കിലും അത് മേടിച്ചു കൊടുക്കാൻ പൈസ കൊടുക്കണ്ടേ പെൺകുട്ടികൾക്ക്? അവര് പൈസ കൊടുത്ത് അവര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ അനുവാദം ഇല്ലാതെ അല്ല ഈ പിള്ളേർ കളിച്ച്. അപ്പൊ എന്താണ് മനസ്സിലാക്കേണ്ടത്? അങ്ങനെ കടുത്ത ഇതൊന്നും ഇല്ല ഒരു ഇതിലും. ഈ
നസ്രിയും ഫഹദ് ഫാസിലും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അത് എന്റെ മനസ്സിൽ അതുപോലെ കൊണ്ടതാണ്. ഈ തൃപ്പൂണിത്തറ ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ ഒരു കല്യാണത്തിന് വന്നപ്പോഴത്തേന് കൃഷ്ണരാജ വക്കീല് വന്ന് പോസ്റ്റ് ഇട്ട് ഓർക്കുന്നുണ്ടോ ഫേസ്ബുക്കിൽ? അയ്യോ, അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലായിരുന്നു, അവിടെ ആ ബോർഡ് ഉണ്ടായിരുന്നു, ആ ബോർഡ് എവിടെ പോയി എന്നും പറഞ്ഞ് അപ്പൊ തന്നെ ദേവസ്വം പ്രസിഡന്റിനെ വിളിച്ചു പറയുന്നു, ആ ബോർഡ് എവിടെ നിന്നൊക്കെയോ തപ്പിയെടുത്തുകൊണ്ട് പുനഃസ്ഥാപിച്ചു, അതുപോലെ ശുദ്ധികലശം നടത്തുന്നു. അയ്യോ എന്തൊക്കെ ബഹളമാണ്. അന്യജമാതക്കാർക്ക് പ്രവേശനമില്ല. അതൊക്കെ മാറ്റേണ്ട സമയമല്ലേ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഒക്കെ മാറണം. ഞാൻ ക്രിസ്തുമസിനൊക്കെ സ്റ്റാർ തൂക്കുകയും കൂടുവെക്കുകയും ഒക്കെ ചെയ്യും. അപ്പം ഞങ്ങള് ചില സുഹൃത്തുക്കളുണ്ടല്ലോ, ക്രിസ്ത്യൻസും മുസ്ലിമായിട്ടുള്ള സുഹൃത്തുക്കളുണ്ടല്ലോ, അതില് അമ്പലത്തിൽ നിന്ന് കൊണ്ടിരുന്ന പ്രസാദമില്ലേ, ആ പ്രസാദം കഴിക്കരുതെന്ന് ആ പള്ളിയിലെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കഴിക്കരുതെന്ന്. സത്യം പറഞ്ഞാൽ അത് കഴിച്ചാൽ എന്താ കുഴപ്പം? ശരിക്കും പറഞ്ഞാൽ നല്ല പായസമായിരിക്കും. നല്ല മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല പായസം ഉണ്ടാവും. അല്ലെങ്കിൽ ഈ തേങ്ങയും മറ്റേ പഴവും തേങ്ങയും ശർക്കരയും അവലും മലരും എല്ലാം കൂടി അങ്ങനെയൊക്കെ അതൊക്കെ തിന്ന് നോക്കണ്ടേ, എന്താണെന്ന് അറിയണ്ടേ. എനിക്കാണ് ക്രിസ്ത്യൻ പള്ളിയിലെ ഈ പള്ളിയിലച്ഛൻ ഇങ്ങനെ വായിലിടുന്ന ഒരു സംഭവമില്ലേ വട്ടത്തില്, അതെന്താണെന്ന് തിന്നു നോക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ചെറുപ്പം തൊട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ഇങ്ങനെ പോയി നോക്കി നിൽക്കാറുണ്ട്. അതങ്ങനെ നമുക്ക് കിട്ടില്ലെന്ന് തോന്നുന്നു, പുറത്തുനിന്ന് പോയാൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്താണേലും അവരിങ്ങനെ വായിലിടുന്ന കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ടോ അത് പോയി മേടിക്കണമായിരുന്നു, എന്താണെന്ന് അറിയാനുള്ള. അതേപോലെ തന്നെ മുസ്ലിംസിനാണേലും എത്രയോ നല്ല കൊത്തുപണികളോ അതും ഇതും ഒക്കെ ആയിട്ട് ഇങ്ങനെ അമ്പലം നിൽക്കുന്നു. ആ അമ്പലത്തിനുള്ളിൽ എന്താന്ന് മുസ്ലിംസിന് അറിയണ്ടേ. അപ്പൊ അവർക്ക് പ്രവേശനം ഇങ്ങനെ ഇവിടെ കുറെ കിടന്ന് കളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ മാറട്ടെ. കാരണം അത് ഇതിനു മുന്നേ മാറിയോണ്ടാണല്ലോ ഇന്ന് കുറച്ചെങ്കിലും നമുക്ക് ഈ വഴിയെ നടക്കാൻ പറ്റുന്നത്. താന്ന ജാതിക്കാർക്ക് വഴിയെ നടക്കാൻ പോലും മേലാത്ത ഒരു അവസ്ഥയായിരുന്നു. എന്തായിരുന്നു ഓർക്കണം, ഇവരെ കണ്ടു കഴിഞ്ഞാൽ അവര് പോയി നമ്പൂരിമാര് പോയി കുളിക്കണം, എന്താന്ന് ഓർക്കണം. അതിന്റെ രസകരമായ സംഭവം ഈ വഴിയിലെ ഉള്ളെന്നാവുന്ന, രാത്രിയില് ആ പ്രശ്നമില്ല. ചില നമ്പൂരിമാര് താന്നയാദിക്കാരുടെ വീട് തേടി പോകുന്ന കഥകളും ഓരോ ഓട്ടം തുള്ളല്ല എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്. നമ്മള് കഥകളിൽ നിന്നൊക്കെ തന്നെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. അനീതി ഇങ്ങനെ നിൽക്കും. അതുപോലെ മറയ്ക്കാതെയുള്ള പരിപാടി, ഇതൊക്കെ അവരുടെ കണ്ണിന് കൗതുകമേകുന്ന കാഴ്ച കിട്ടാൻ വേണ്ടിയുള്ള അവരുടെ സ്വാർത്ഥതയായിരുന്നു. ഇപ്പൊ ഏതായാലും അത് നേരെ തിരിച്ചു വന്നു. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് പിന്നെ ആ സമരം അത് ചെയ്ത് പാവം സ്ത്രീകൾ അത് ചെയ്ത് അബദ്ധമായിപ്പോയെന്നുള്ള രീതിക്ക് ഇപ്പോഴത്തെ സ്ത്രീ. അപ്പൊ മുബീന വന്നിട്ട് ഇപ്പൊ എല്ലാവരും കമന്റ് നിറയെ മുബീനക്കിട്ട് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുബീന വന്നിട്ട് ഇതിന്റെ മറുപടി പറയുന്ന കേൾക്കാം. അതെ, ഓണത്തിന് ഹിജാബ് ധരിച്ച് പെൺകുട്ടികൾ ഡാൻസ് കളിച്ചതിന്റെ കാരണം ഞാനാണെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിലേ തെറ്റി, നിങ്ങൾക്ക് തെറ്റി. ഹറാമായിട്ടൊരു കാര്യത്തെ ഹലാലാക്കി തീർക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയതാ ഈ കൂട്ടറില്ലേ, ഇവരാണ് കാരണം. 1, മുസ്ലിം നാമധാരികൾ, ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിന് എഗെയിൻസ്റ്റായിട്ട് പറയുന്ന കുറേ ജന്മങ്ങൾ. 2, എക്സ് മുസ്ലിംസ്, സമൂഹത്തിന് ഒരു ഉപകാരമില്ലാത്ത സ്വയം തോൽവികളായിട്ടുള്ള ഇവരെ ആര് മൈൻഡ് ചെയ്യുന്നു. 3, സംഘികളും ക്രിസ്സംഘികളുമായിട്ടുള്ളവർ, ഇസ്ലാം വിരുദ്ധത തലയ്ക്ക് പിടിച്ച കുറേ എണ്ണം. 4, ഇസ്ലാം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ, എല്ലാവരും കുറ്റം പറയുന്നു, എന്നാൽ പിന്നെ റീച്ചിന് ഞാനും കൂടെ കുറ്റം പറയാമെന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങി ഷോ ഓഫ് കാണിക്കുന്ന വേറെ കുറേ എണ്ണം. ഇവരെല്ലാവരും കൂടി ഹറാമായിട്ടുള്ളൊരു കാര്യം ഹലാലാക്കാൻ വേണ്ടി മക്കളെ നിങ്ങൾ ഹിജാബിട്ട് ഡാൻസ് കളിച്ചോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുട്ടികൾ എന്ത് ചെയ്തു, അതങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ഓരോന്ന് കാണിക്കുകയാണ്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പൊന്നു മക്കളെ, സഹോദരന്മാരെ, മനുഷ്യരെ വഴിതെറ്റിക്കാനാണ് ശൈത്താനുള്ളത്. അത് സോഷ്യൽ മീഡിയയിലുമുണ്ട്. അവരുടെ വലയിൽ ദയവേത് നിങ്ങൾ വീണു പോവരുത്. നിങ്ങളുടെ ഈമാൻ കാത്തു സൂക്ഷിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുപാട് മുസ്ലിം സ്ത്രീകൾ വ്ളോഗേഴ്സായിട്ട് നമ്മുടെ ഈ നാട്ടിലുണ്ടായിട്ട് ഞാൻ ഒരാൾ മാത്രമാണ് ധൈര്യപൂർവ്വം വന്ന് സത്യസന്ധമായിട്ട് ഹിജാബ് ധരിച്ച് ഡാൻസ് കളിക്കരുത് എന്ന് പറഞ്ഞത്. അതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനം എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പേടിച്ച് ചിലപ്പം ഇത് നിർത്തിപ്പോയേനെ. പക്ഷേ ഞാൻ ഒരു തരി പോലും പതറാതെ മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ എൻ്റെ റബ്ബിൽ അത്രയും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഹിജാബിട്ടും ഇല്ലാതെയും ഡാൻസ് കളിച്ചോളൂ മക്കളെ, നിങ്ങൾ മാസാണ് എന്ന് നുണ പറഞ്ഞ് ലൈക്കും റീച്ചും വാങ്ങേണ്ട ഗതികേട് ഈ മുബീനക്കില്ല. മുബീന പറയുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞോട്ടെ, പുള്ളിക്കാരത്തിയുടെ വാദം പുള്ളിക്കാരത്തി പറയട്ടെ. പക്ഷെ പുരോഗമനത്തിനെതിരെ നിൽക്കരുത്. ശരിക്കും പറഞ്ഞാൽ പുരോഗമനം വരേണ്ട കാര്യം ഈ വർഗീയത തന്നെയാണ്. എല്ലാ മതത്തിലും കിടക്കുന്ന വർഗീയം, ഇതൊക്കെ വർഗീയത തന്നെയാണ്. അതെല്ലാം
പൊളിച്ചെഴുതി മനുഷ്യരെല്ലാം കൂടെ കൂട്ടി സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊന്നും എതിരായിട്ട് നിൽക്കരുത്. ഓണം കോളേജിൽ ആഘോഷിക്കുമ്പോൾ ആ പിള്ളേർ മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ? സദ്യ ഉണ്ണുന്നതിൽ നിന്ന് അവർ മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതിന്റെ വേറൊരു സൈഡ് ചിന്തിച്ചാൽ ഇപ്പൊ എറണാകുളത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ മുസ്ലിം വ്യാപാരികളല്ലേ കൂടുതലും ഉള്ളത്. അതെ, കൂടുതലും മുസ്ലിംസ് ആണ് വ്യാപാരം, ബിസിനസ് അവരാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഓണത്തിനോടനുബന്ധിച്ച് ഇഷ്ടം പോലെ കച്ചവടം കിട്ടുന്നില്ലേ? ആ ഓണാഘോഷത്തിനോടനുബന്ധിച്ച് ഞങ്ങൾ വിൽക്കുകയെന്നും പറഞ്ഞ് അവർ മാറി നിൽക്കുന്നില്ലല്ലോ, ഞായറാഴ്ച കൂടെ തുറക്കുന്നില്ലേ? അപ്പൊ അവരും ഓണത്തിന്റെ ഭാഗമാകുന്നുണ്ടല്ലോ അങ്ങനെ നോക്കുവാണെങ്കിൽ. അപ്പൊ ഏത് കാര്യത്തിനും ഇത്രയൊന്നും വേണ്ട. പിന്നെ പുരോഗമനമൊന്നും പറഞ്ഞ് തുണി ഉപേക്ഷിച്ചിട്ട് പോകുന്നതിനോട് വേണമെങ്കിൽ അതിനോട് മാത്രം എനിക്കൊക്കെ എതിർപ്പാണ്. ബോൾഡ് കാണിക്കാനും ഇപ്പൊ പല ബ്യൂട്ടി ബ്ലോഗേഴ്സും ഒക്കെ, ഇന്നലെ ഞാൻ കണ്ട് ചില ബ്യൂട്ടി ബ്ലോഗേഴ്സൊക്കെ എന്റെ പൊന്നെ നെറ്റിന്ന് ഓർഡർ ചെയ്ത് വെച്ചതാന്നൊക്കെ പറഞ്ഞൊരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട്. പുരോഗമനം അങ്ങോട്ട് കത്തി പടർന്നിട്ടേ ഡ്രസ്സിന്റെ ഇറക്കവും അകത്ത് കിടക്കുന്നതെല്ലാം കാണാവുന്ന നെറ്റ് പോലത്തെ വേഷവും, അപ്പൊ അവർക്കെല്ലാം പുറത്ത് കാണിക്കാനുള്ള ഒരു ഭയങ്കര ഇതാണ്. അതാണ് പുരോഗമനം എന്നാണ് അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അതല്ല, ഇങ്ങനെയുള്ള കുറെ നല്ല കാര്യങ്ങളാണ് നടക്കുന്നത്, കുഴപ്പമില്ല. അതെന്ന് പറഞ്ഞാൽ എന്ത് പുരോഗമനം? ഇപ്പൊ ഞങ്ങളെല്ലാം ഈ ഡ്രസ്സിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ എല്ലാരും വന്ന് കമന്റ്, അയ്യോ അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷെ അവരുടെ സ്വാതന്ത്ര്യം അവർ കാണിക്കുമ്പോൾ എന്ത് വൃത്തിയാണ് അതിട്ടോണ്ട്, അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടോണ്ട് മാർക്കറ്റിൽ കൂടെ നടക്കാൻ പറ്റുമോ? അപ്പൊ അതെങ്ങനെയിരിക്കും മാർക്കറ്റിൽ കൂടെ പോകുമ്പോ? ഈ അന്നാരാജനൊക്കെ ഉദ്ഘാടനത്തിന് വരുമ്പോ ഇടുന്ന വേഷം കണ്ടില്ലേ? എന്ത് വേഷമാണത്? ഇന്നലെ വേറൊരു പെണ്ണിന്റെ അങ്ങനത്തെ ഇൻസ്റ്റ വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. സമ്മതിക്കണം കേട്ടോ, അതിന്റെ കമന്റ് ബോക്സ് എടുത്ത ആൾക്കാര് അതും ഒന്ന് വായിക്കേണ്ടത് തന്നെ. ഇവർക്കൊന്നും നാണം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ അതിനെ അനുകൂലിക്കുന്ന കുറെ അധികം ആൺപിള്ളാരും ഇപ്പൊ വന്നിട്ടുണ്ട്, പെൺകുട്ടി. അത് അവന്മാർക്ക് നയനസുഖം കിട്ടാനാണെന്ന് എനിക്ക് തോന്നുന്നു അവന്മാർ ഇത്രയ്ക്ക് ആഘോഷമാക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് പറയുന്നത്, ചെയ്യേ നിങ്ങൾ ഇതിൽ കൂടുതൽ നല്ലപോലെ ഒന്നുകൂടെ കാണിക്കുക എന്നുള്ള രീതിയിലാണ് ആൺകുട്ടികളെ കമന്റ് ഇട്ട് വെക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.